കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയ വാമൻ നീ കത്തിച്ചോനെ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്ക സത്യവഴിയോ വാടിലുമായ കൈകൾ ഉയർത്തി രക്ഷ നേടുവാ ശക്തിയോടെ പവർ 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 അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ ആത്മാവിന്റെ നിറവ് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ എല്ലാ ആളുകളിലും ഊറ്റപ്പെടുന്നേ സർവശക്തന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ആമേൻ ആമേൻ ആമേൻ. പാപം മൃത്യു ശാപ ഘോരവിടയാൽ മനമുറുകും മധ്യശേകിട പാപം മൃത്യു ശാപ ഘോരവിടയാൽ മനമുറുകും മധ്യശേകിട അധ്വാനിക്കുന്നോ ഭാരം വഹിപ്പോ യേശുവിൻ്റെ പാത ചേരുക അധ്വാനിക്കുന്നോ യേശുവിൻ്റെ പാത ചേരുക. നല്ല പിതാവേ, അത്ഭുത കരം നീട്ടി ഓരോ ആളുകളെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. ഒരാൾ പോലും ഈ കൂട്ടായ്മ തീരുമ്പോൾ വെറും കൈയായി മടങ്ങിപ്പോകരുതേ. സ്വർഗം താണിറങ്ങുന്ന ഒരു എളിയ കൂട്ടായ്മയായി സ്വർഗം മാറ്റുന്നതിനായി നന്ദി. ബന്ധന കയറുകൾ അഴിഞ്ഞു വീഴട്ടെ, ഇരുള് മാഞ്ഞു പോകട്ടെ. രക്ഷിതാവിൻ്റെ അത്ഭുത കൃപ ഓരോ ആളുകളുടെ ഉള്ളിലും വാസം ചെയ്യട്ടെ. കരം നീട്ടി തൊടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഐസയ 36 വചനം. ഐസയ 36:4. അസൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? நீ நம்பி இருக்கிற இந்த நம்பிக்கை என்ன? Syria king marveled at the faith of King Hezekiah and asked this simple question. Hezekiah,
What is your confidence? What is your confidence? What confidence is this in which you trust? நீ ஆசிரியிச்சிருக்கின்ற ஆசிரியம் ஹெசக்கியா எந்த? ஆமென். மசில் பவரில் அல்ல, வில் பவரிலும் அல்ல, த்ரோன் பவரிலும் அல்ல. ஹல்லேலூயா. ஹெசக்கியா ஆசிரியிச்சது ஹெவன்லி பவரில். ഞാൻ ആവർത്തിക്കുന്നു. ഉൽപ്പത്തി 11:4 ഭൂമി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആദ്യ നായാട്ട് വീരൻ നിമ്രോദ് വരുവിൻ നമുക്കൊരു ഗോപുരം പണിയാം. Come on, let us build a long tower, large tower, tallest tower to reach heaven. വരുവിൻ നമുക്കൊരു ഗോപുരം പണിയാം. അവന്റെ മസിൽ പവർ. മത്തായി സുവിശേഷം 26:35 പത്രോസ് അപ്പോസ്തലന്റെ ആദ്യ അവസ്ഥ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങേ തള്ളിപ്പറയുകയില്ല. But he was the first one who the Bible says rejected him. ഞാൻ മരിക്കേണ്ടി വന്നാലും കർത്താവേ ഞാൻ തള്ളിപ്പറയുകയില്ല. He trusted in his will power. മനസ്സിന്റെ ബലം. ഒരുത്തന് മനസ്സിന്റെ ബലം, മറ്റവന് മസിൽ ബലം. മൂന്നാമത് 2 ദിനവൃത്താന്തം 16:7 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കാതെ King Asa, the Bible says, he trusted in another king. Amen. ദൈവത്തിൽ ആശ്രയിക്കാതെ ആസാ രാജാവ് 6-ാം രാജാവിൽ ആശ്രയിച്ച് ത്രോൺ പവർ. ഹെസക്കിയാ പ്രതികൂല അഗ്നിയുടെ മധ്യയിൽ നിവർന്ന് നിൽക്കുന്നത്. സഹോദരങ്ങളെ, ഇത് 3 ബലത്തിലുമല്ല, സ്വർഗത്തിൻ്റെ ബലത്തിൽ. His enemy marveled at him. അവൻ്റെ ശത്രു അത്ഭുതപ്പെട്ട് വിസ്മയിച്ച്, what confidence you have, what confidence you put your trust. നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? എല്ലാ വഴികളും അടഞ്ഞാലും, കിഴക്കും അടഞ്ഞ് പടിഞ്ഞാറും അടഞ്ഞ് വടക്കും തെക്കും അടഞ്ഞാലും മുകളിൽ ഒരു വഴിയുണ്ട്. അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. അവിടെ ഒരുവൻ ഇരിപ്പുണ്ട്, ഏക സത്യ ദൈവം. അവനാർ? എബ്രായ ലേഖനകർത്താവ് എഴുതുന്നു 1:3 സർവത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങുന്നവൻ. ആമേൻ. സന്തോഷമാണോ? സന്തോഷമുള്ളവർ മാത്രം കൈകളെ തട്ടി. വിൽ പവറിലല്ല, മസിൽ പവറിലല്ല, ത്രോൺ പവറിലല്ല. ഞാൻ ഇന്ന് ആശ്രയിച്ചിരിക്കുന്നത് ഹെവൻ പവറിലാണ്. സർവത്തെയും എബ്രായർ 1:3 സർവത്തെയും 7 വൻകരകൾ, പഞ്ചസമുദ്രം, 5 വൻ സമുദ്രം, കോടാനുകോടി നക്ഷത്രക്കൂട്ടം, സ്വർഗം 1, സ്വർഗം 2, സ്വർഗം 3, 3 സ്വർഗങ്ങൾ, 7 കാണ്ടിനൻസ്, വൻകരകൾ, 5 മഹാസമുദ്രങ്ങൾ, ആകാശം, സ്വർഗത്തിൻ്റെ താഴെ ആകാശം, അതിൽ കോടാനുകോടി എണ്ണിൽ അടങ്ങാ നക്ഷത്രക്കൂട്ടം, ഭൂമി,
വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതം, വ്യത്യസ്ത കളറിൽ മാനവരാശിയുടെ പെരുങ്കൂട്ടം, താഴെ അധോലോകം, ഇങ്ങനെ ഒരു പ്രപഞ്ചത്തെ തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഒന്നോട് ഒന്ന് കൊലാപ്സ് ആകാതെ യുഗയുഗമായി താങ്ങുന്ന ഒരു ദൈവം. ആമേൻ, ആമേൻ. എസെക്കിയ മറുപടി നൽകി, ഐ ട്രസ്റ്റ് ഇൻ ഹിം. പ്രശ്നമാണോ? പ്രതികൂലമാണോ? നിന്ദയാണോ? കടംഭാരമാണോ? വീടില്ലയോ? ഉദ്യോഗമില്ലയോ? പരിഹാസമാണോ? ഏകാന്തതയാണോ? കുടുംബജീവിതമാണോ? താങ്ങാൻ പറ്റാത്ത ഞെരുക്കമാണോ? തൻ്റെ വാക്കാൽ പ്രപഞ്ചത്തെ താങ്ങുന്നവൻ നിന്റെ സ്വന്തം പിതാ. ആമേൻ, ഹല്ലേലൂയ. God Almighty who uphold everything, the big universe in his word of power. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സർവത്തെയും താങ്ങുന്ന നല്ല ദൈവം എൻ്റെ ദൈവം. ഐസയ പ്രവാചകൻ എഴുതുന്നു 40:12 സർവഭൂമിയിലുമുള്ള വെള്ളത്തെ തൻ്റെ ഉള്ളങ്കയിൽ വഹിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. ബലം സങ്കീർത്തനക്കാരൻ എഴുതുന്നു 62:11 ബലം ഈ ദൈവത്തിനുള്ളത്, ആ ബലത്തിൽ ഞാൻ ആശ്രയിക്കും. സങ്കീർത്തനം 84:5 ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അവനാൽ കഴിയാത്തത് ഒന്നും തന്നെയില്ല. 1 തിമോത്തിയോസ് 6:15, ഉൽപ്പത്തി 18:14, ജെരമ്യ 32:17, ജെരമ്യ 32:27, അവസാനം ലൂക്കോസ് സുവിശേഷം 1:37 നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്താൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആ ദൈവത്തിൽ ഇതാ ഒരുവൻ ആശ്രയിച്ച് നിൽക്കുന്നു. What trust, what confidence that you are putting your trust? പ്രതികൂലം തലയ്ക്ക് മുകളിൽ കയറി ഇവൻ അനങ്ങ കുലുങ്ങ പാറയായി വടി പോലെ നിൽക്കുന്നു. അവൻ്റെ ശത്രു അത്ഭുതപ്പെടുന്നു. നീ ആശ്രയിക്കുന്ന ആശ്രയം എന്ത്? സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ ഒന്നും മൂന്നും ഒന്നാക്കി ഐക്യപ്പെട്ട് ഒന്ന് സ്വർഗത്തിലേക്ക് നോക്കാമോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാറകൾ തവിടുപൊടിയാകും, തവിടുപൊടിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദ നദി ഈ പ്രഭാത സമയം നിന്റെ ഉള്ളിൽ ഒഴുകുന്നത് എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. റബ ലഞ്ജന ശാലദൻ ധനദബ. ഓ ടി 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 ടി. വിദേശത്തിലുള്ള ശത്രു മുഖാന്തരം ഹൃദയം നുറുങ്ങി ആത്മഹത്യയോളം എത്തിയിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. നീ അന്വേഷിച്ചാലും അവനെ നീ കാണുകയില്ല. ഇത് കർത്താവിൻ്റെ വാഗ്ദത്തം. തുടരെ 3 അബോർഷൻ കൂടി കടന്നുപോയി. ഇനി ഒരു കുഞ്ഞിൻ്റെ കാല് നീ കാണുകയേ ഇല്ല എന്ന് വിധി എഴുതപ്പെട്ട സഹോദരി, ഈ ആണ്ട് നീ അനുഗ്രഹിക്കപ്പെടുന്നു. ഈ ആണ്ട് നീ അനുഗ്രഹിക്കപ്പെടുന്നു. 8 പരീക്ഷകൾ എഴുതി, 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിയില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്ന 3 യുവാക്കൾ, 2 യുവതികൾ, 5 പേരുടെ ജീവിതത്തിലും സ്വർഗം ഇപ്പോൾ ഇടപെടുന്നു. റബ ലഞ്ജന ശാലദൻ തനദബ. കൃപ 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 കൃപ. എൻ്റെ ദൈവം എവിടെ?
നിനക്ക് മറുപടി നൽകുന്ന ദൈവം ഇന്നും ജീവനോട് ഉണ്ട്. 1 സാമുവേൽ 30 ആദ്യ 6 വചനങ്ങൾ നമ്മുടെ ശത്രുവിന് പോലും വരാൻ പാടില്ലാത്ത അനർത്ഥം, കഷ്ടം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഭാര്യ ശത്രുക്കൾ കടത്തിക്കൊണ്ടുപോയി, പെൺകുട്ടികളെ ശത്രുക്കൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി, വീട് തീ വയ്ക്കപ്പെടുന്നു. കൂടെ എസ്കോട്ടായി നിന്ന മനുഷ്യർ തക്ക ധരണം നോക്കി ഇനി ദാവീദ് രക്ഷപ്പെടുകയേയില്ല എന്ന് ചിന്തിച്ച് അനുമാനിച്ച് അവരും ദാവീദിനെ എറിയുവാൻ കല്ലെടുത്ത്. എല്ലാം തീർന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദിനെ അറിയാം സ്വർഗത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്, അവൻ തീർന്നിട്ടില്ല. He went and stood right before God. 1 സാമുവേൽ 38 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യ പോയി, എൻ്റെ പെൺമക്കൾ പോയി, എൻ്റെ കൊട്ടാരം ഭസ്മമായി, ശത്രുക്കൾ കൊടി ഉയർത്തി നിൽക്കുന്നു, കൂടെ നിന്നവർ കലറിയുന്നു. വാട്ട് ഷുഡ് ഐ ഡു? ഷുഡ് ഐ pursue the troop that attacked me? ഇതെല്ലാം ചെയ്ത ശത്രു സൈന്യത്തെ ഞാൻ അനുഗമിക്കട്ടോ? God said, yes, do it. Yes, do it. നീ പിന്തുടരുക, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കി കിട്ടും. God should be your confidence. ദാവീദിന്റെ കോൺഫിഡൻസ്, ആശ്രയം, ഉറപ്പ്, ധൈര്യം ദൈവം മാത്രമായിരുന്നു. അവന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോൻ പാടുമ്പോൾ, മോൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ പായിൻ്റ് കയ്യിൽ വെച്ചോ, തെറ്റിപ്പോയാലോ. അവൻ ഉള്ളിൽ പറിച്ച് ഒരു പായിൻ്റെ പാട്ടുകാർ പാട്ടിൻ്റെ വാക്കുകൾ വെച്ച് പാടും, അതുപോലും അവൻ വയ്ക്കുകയില്ല. അവൻ അങ്ങനെ ശ്രമിക്കുമ്പോൾ BP കയറുന്നത് എനിക്കാണ്. ആമേൻ. അതുപോലെ നീ തന്നന്തനിയനായി കഷ്ടതയിൽ നിലവിളിക്കുമ്പോൾ, കഷ്ടത കൂടുന്നത് സ്വർഗത്തിലാണ്. ഇവൻ എൻ്റെ മകൾ, ഇവൻ എൻ്റെ മകൻ, ഇത് എൻ്റെ കുഞ്ഞ്, ഇത് എൻ്റെ പിള്ളை. അത്ര സ്നേഹവും മനസ്സലിവുമുള്ള ഒരു പിതാ സ്വർഗത്തിലുണ്ട്. ഡേവിഡ് proceed them, attack them, recover them. അനുഗമിക്കുക, പിന്തുടരുക, അടിക്കുക, വീണ്ടെടുക്കുക. അതേ ദൈവത്തിൻ്റെ കൽപ്പന നിന്റെ മുമ്പിൽ ഉണ്ട്. യേശുവിനെ അനുഗമിക്കുവാൻ വന്നവൻ ഒരു പുള്ളി പോലും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ട ആവശ്യം വരികയില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജോർദാന്റെ കരയിൽ 52 ആളുകൾ, 50 പ്രവാചക പുത്രന്മാർ, ഒരു സീനിയർ പ്രവാചകൻ എലൈജ, മറ്റൊരു ജൂനിയർ പ്രവാചകൻ എലീഷ. പരിഹസിക്കുവാൻ തക്ക ധരണം അന്വേഷിച്ച് നിൽക്കുന്ന 50 പ്രവാചക ശിഷ്യന്മാർ. എൻ്റെ ഏകാശ്രയം എൻ്റെ യജമാൻ എലൈജ. The Bible says he too went up emptying the younger man Elisha. ഇവനെ തനിച്ചാക്കിയിട്ട് അദ്ദേഹം സുഖമാ പറന്നുപോയി സ്വർഗത്തിലേക്ക്. ഇവൻ തനിയനായി ഏകനായി ജോർദാന്റെ കരയിൽ നിന്ന് നിലവിളിക്കും, എൻ്റെ യജമാൻ എലൈജാവിൻ്റെ ദൈവം എവിടെ? Where is the God of Elijah? 2 രാജാക്കന്മാർ 2:14. എൻ്റെ യജമാനന്റെ ദൈവം എവിടെ?
He came down. He came down. അവൻ ആരെ നോക്കി നിലവിളിച്ചു? ആ ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ അപ്പൻ്റെ ഉണ്ടായിരുന്ന ശക്തിയേക്കാൾ, അവൻ്റെ യജമാനനിൽ ഉണ്ടായിരുന്ന ശക്തിയേക്കാൾ ഇരട്ടിയായി ഈ ചെറുപ്പക്കാരിൽ ദൈവം നിറച്ചു. Where is he? Where is he? ദാവീദ് അന്വേഷിച്ചു. Where is he? എലീശ അന്വേഷിച്ചു. Where is he? Where is he? എൻ്റെ ദൈവം എവിടെ? ഇതാ 10 മക്കളെയും നഷ്ടപ്പെട്ട യോബ് കരയുന്നു. Where is he? Where is he? യോബ് 23:3 വെണ്ണ കൊണ്ട് എഴുതിയ കഴുകിയ തൻ്റെ ശരീരം ഇപ്പോൾ പുഴു പിടിച്ച് നാറുന്നു. യോബ് തെരുവിൽ നടന്നാൽ ആളുകൾ എഴുന്നേറ്റ് സല്യൂട്ടടിക്കും, മാനിക്കും. ഇന്നവർ അകലെ നിന്ന് പരിഹസിക്കുന്നു. എല്ലാം പ്രതികൂലം, എല്ലാം സഹിക്കാം. വീട് ഭസ്മമായി സഹിക്കാം. മക്കൾ 10 പേരും ഒറ്റയടിക്ക് മരിച്ചു. ആർക്ക് സഹിക്കാൻ കഴിയും? ആർക്ക് സഹിക്കാൻ കഴിയും? അവൻ്റെ ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്നു, എൻ്റെ ദൈവം എവിടെ? എൻ്റെ ദൈവം എവിടെ? If at all I find my God, I put my case upon his table and argue with him. യോബ് 23:3 എൻ്റെ ദൈവം എവിടെ? അവൻ ഇറങ്ങി വന്ന് നഷ്ടപ്പെട്ടതിന് എണ്ണി തുലാസിൽ നിറുത്ത് ഇരട്ടിയായി മടക്കിക്കൊടുത്ത്. അതേ ദൈവമാണ് നിന്റെ ദൈവം. അതേ ദൈവമാണ് എൻ്റെ ദൈവം. ഇവിടെ 2 ദിനവൃത്താന്തം 32 അധ്യായം ആദ്യ 2 വരികളിൽ അസിറിയ കിങ്, അസൂർ രാജാവ് സൻഹരീബ്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യഹൂദയിൽ കടന്ന് he entered into Jerusalem, ശത്രു രാജ്യത്തിനകത്ത് കടന്ന് പട്ടണങ്ങളെ ഉപരോധിച്ച് പട്ടാളമിറക്കി അവിടുത്തെ രാജാവ് ദൈവഭക്തൻ ഹെസക്കിയ കുലുങ്ങാപ്പാറയായി നിൽക്കുന്നു. അപ്പോൾ ശത്രു അത്ഭുതപ്പെട്ട് ചോദിക്കും, ഹെസക്കിയ, നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? ആമേൻ. അവിടെ 2 ദിനവൃത്താന്തം 32:5, 2 ദിനവൃത്താന്തം 32:7 ആദ്യം 5-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഹെസക്കിയ ഇത്ര വലിയ പട്ടാളം തൻ്റെ നാട്ടിൽ ഇറങ്ങി പാളയം അടിച്ച് ഇപ്പോൾ തകർക്കും എന്നുള്ള അവസ്ഥ വന്നിട്ടും അവൻ ധൈര്യപ്പെട്ട്, ആമേൻ, എല്ലാം പോയോ, ധൈര്യത്തെ നീ വിടരുത്. എല്ലാം തീർന്നുവോ, ധൈര്യത്തെ നീ വിടരുത്. അവൻ ധൈര്യപ്പെട്ടത് മാത്രമല്ല, തൻ്റെ ജനത്തെ അവൻ ധൈര്യപ്പെടുത്തി. ആമേൻ. ഒരു മനുഷ്യന്റെ ധൈര്യത്തെ ഷേപ്പിക്കുന്ന അഥവാ തകർക്കുന്ന 2 ഘടകങ്ങൾ. നമ്പർ 1, ഭയം. ഭയം. ഫിയർ വിൽ വീക്കൻ യുവർ കറേജ്. ഭയം ഒരു മനുഷ്യന്റെ ധൈര്യത്തെ ഷേപ്പിക്കുന്ന മറ്റൊരു ഘടകം കഷ്ടത. കഷ്ടതയും ഭയമും നിന്റെ ധൈര്യത്തെ കാർന്ന് തിന്നുകളയും. ഇത് 2 മാറ്റിത്തരുവാൻ വന്നവനാണ് യേശു. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? ത്രിയേക ദൈവം, ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനം നിന്നിൽ ഉള്ള ഭയത്തെ അറവേ ഒരു വള്ളി പുള്ളി പോലും ഇല്ലാതെ തുടച്ചു കളയുന്നതാണ്. വേദപുസ്തകത്തിൽ യഹോവ ദൈവത്തിൻ്റെ ശബ്ദം ആദ്യമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യ മനുഷ്യൻ ആദാം ഉൽപ്പത്തി 3:10 ഭയപ്പെട്ട്
ഒളിച്ചപ്പോൾ, ഭയപ്പെട്ട് ഒളിച്ചപ്പോൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കണമേ, ഭയപ്പെട്ട് ഒളിച്ചപ്പോൾ യഹോവയുടെ ചോദിക്കുന്നു, ആദാം where are you? നീ എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മകന്, നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? where are you? what is your position? what is your living with God? നീ എവിടെ നിൽക്കുന്നു? ആത്മീകമായി എവിടെ നിൽക്കുന്നു? നീ എവിടെ? അവൻ്റെ ഭയത്തെ നീക്കിയ യഹോവ ദൈവത്തിൻ്റെ ശബ്ദം. അതേ ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു തച്ചന്റെ മകനായി വന്നപ്പോൾ അവിടെ ഒരു ശബ്ദം, ഭയപ്പെടേണ്ട. ലൂക്കോസ് 2:10, ഭയപ്പെടേണ്ട. അതേ യേശു പരിശുദ്ധാത്മാവായി ഈ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ 2 തിമോത്തിയോസ് 1:7 സത്യാത്മാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പവർ. ആമേൻ. പരിശുദ്ധാത്മാവ് വീരത്വത്തിന്റെ ആത്മാവ് അല്ല, ശക്തിയുടെ ആത്മാവാണ്. ഭയം മാറ്റുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. രണ്ടാമത്, നിന്റെ കഷ്ടത മാറ്റുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. ദൈവം അറിയാതെ അല്ല കഷ്ടത, ദൈവം അറിയാതെ അല്ല കഷ്ടത. ബൈബിൾ സ്വന്തമായി നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 21:17 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം തൻ്റെ കോപത്തിൽ കഷ്ടതയെ മനുഷ്യർക്ക് പങ്കിട്ട് കൊടുക്കുന്നു. എല്ലാവരും സ്തുതിക്കണം. ദൈവം തൻ്റെ ക്രോധത്തിൽ കഷ്ടതയെ മനുഷ്യർക്ക് പങ്കിട്ട് കൊടുക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? 2 രീതിയിൽ കഷ്ടത കൊണ്ട്. ഒന്ന്, the suffering of a fool. സങ്കീർത്തനം 107:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഭോഷൻ കഷ്ടപ്പെടുന്നു. അതിൻ്റെ പേര് ഉപദ്രവം. ഉപദ്രവം. സങ്കീർത്തനം 34:21 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അകൃത്യം ദുഷ്ടനെ കൊല്ലും. ദുഷ്ടന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുടെ പേര് അനർത്ഥം. അനർത്ഥം ദുഷ്ടനെ കൊല്ലും. ദൈവം തന്റെ കോപത്തിൽ കഷ്ടതയെ മനുഷ്യർക്ക് പങ്കിട്ട് കൊടുക്കുന്നു. രണ്ടാമത്, നീതിമാനും ഈ ഭൂമിയിൽ കഷ്ടത കൊണ്ട്. ആ കഷ്ടതയുടെ പേരാണ് ഉപദ്രവം. 2 തിമോത്തിയോസ് 3:12 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഭൂമിയിൽ ഉപദ്രവം ഉണ്ട്. ആമേൻ. ദുഷ്ടന് വരുന്ന കഷ്ടത, അനർത്ഥം, അതോട് അവൻ്റെ ജീവിതം തീർന്ന്. പക്ഷെ നീതിമാന് വരുന്ന കഷ്ടതയുടെ പേര് ഉപദ്രവം. അത് എബ്രായർ 5:8 ദൈവവൈഡല് നിന്നെ ദൈവസന്നിധിയിൽ അനുസരണം പഠിപ്പിക്കാൻ. നമ്പർ 1. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തികൾ 14:22 ആ കഷ്ടത മുഖാന്തരം നീ ശുദ്ധീകരിക്കപ്പെട്ട് നിന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ. വാ തുറക്കണം. വചനം കേൾക്കുമ്പോൾ നിൽക്കരുത്, സന്തോഷിക്കണം. ചില വ്യക്തികളെ ബന്ധിച്ച് കെട്ടിവച്ചിരിക്കുന്ന
പഴയ സർപ്പം നെളിഞ്ഞ് 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 അത് ഇറങ്ങി ഇറങ്ങി നരകത്തിലേക്ക് പോകുന്നതും വ്യക്തികൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നതും യേശുവിൻ കൃപയാൽ ഞാൻ കാണുന്നു. അഗ്നിമഴ അഗ്നിമഴ നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണി മണി പോലെ കാട്ടിടുമേ. നിന്നെ ശവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈകളെ തട്ടി തന്നെ പാടണം. ആമേൻ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂം പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂം പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുടും കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേ സ്വർഗം തിറക്കപ്പെടുന്നു. സ്വർഗം തിറക്കപ്പെടുന്നു. സ്വർഗം തിറക്കപ്പെടുന്നു. ആനന്ദ നടി ആനന്ദ നടി ഓരോ ആളുകളിലും ഓരോ ആളുകളിലും ഓരോ വ്യക്തികളിലും സ്വർഗത്തിലെ ആനന്ദ നടി ചെയ്ത തെറ്റു കുറ്റം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ഏറ്റുപറയുക. നിലവിളിച്ച് ഏറ്റുപറയുക. ഉള്ളു തുറന്ന് കഴുകൽ പ്രാപിക്കുക. കഴുകൽ പ്രാപിക്കുക. ഇതുപോലൊരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ കിട്ടുകയേ ഇല്ല. കിട്ടുകയേ ഇല്ല. ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. മോചിക്കണമേ. മോചിക്കണമേ. യാവരും ശക്തിയോടെ ശബ്ദമുയർത്തി ക്ഷമിക്കണമേ. മോചിക്കണമേ. അടിയനെ കഴുകണമേ. ആമേൻ. ആനന്ദ നടി ഒഴുകുന്നു. ആത്മാവിൻ്റെ ഒഴുക്ക്. ശക്തി ആത്മാവിൻ്റെ ഒഴുക്ക്. ആത്മാവിൽ നിറയുക. നിറയുക ദൈവവേദലേ. ശക്തി ആത്മാവിൽ നിറയുക.
നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവൻ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവൻ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവൻ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവൻ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവൻ. ആനന്ദം, ആനന്ദ നദി. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. പാരമ്പര്യമായി ചുമക്കുന്ന ചില രോഗം ചില വ്യക്തികളിൽ നിന്ന് അവൻ തുടച്ചു മാറ്റുന്നേ, തുടച്ചു മാറ്റുന്നേ. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, നന്ദി. ഉറബ ലഞ്ചന ശാലദന്തനദ. What confidence, Hezekiah, which you trust? നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? കോൺഫിഡൻസ്, ഉറപ്പ്, ദൈവത്തിലുള്ള ഉറപ്പ്, ധൈര്യം, ക്രിസ്തുവിലുള്ള ധൈര്യം, ആശ്രയം. രാജാതി രാജാവിൽ നീ വച്ചിരിക്കുന്ന ആശ്രയം, കോൺഫിഡൻസ്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് വ്യാജമായ കോൺഫിഡൻസ്, ഫാൾസ് കോൺഫിഡൻസ്. രണ്ട് സത്യമായ കോൺഫിഡൻസ്, ട്രൂ കോൺഫിഡൻസ്. ഫാൾസ് കോൺഫിഡൻസ്, ട്രൂ കോൺഫിഡൻസ്. വ്യാജമായ നമ്പിക്കை, ആശ്രയം, ഉറപ്പ്, വ്യാജം, വ്യാജം, അനുമാനം, തോന്നൽ, തോന്നൽ, തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ വച്ചിരിക്കുന്ന കോൺഫിഡൻസ്. രണ്ട് സത്യമായുള്ള കോൺഫിഡൻസ്. ആമേൻ. ട്രൂ കോൺഫിഡൻസ്. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് വ്യാജ കോൺഫിഡൻസ്, വ്യാജാശ്രയം, വ്യാജ ഉറപ്പ്. ദ കോൺഫിഡൻസ് ഓഫ് എ പ്രൈഡ്, ഗർവിയുടെ കോൺഫിഡൻസ്, അഹങ്കാരിയുടെ കോൺഫിഡൻസ്. ഞാൻ, എന്നെ വിട്ടാൽ വേറെ ആരുണ്ട്? ഗർവിയുടെ കോൺഫിഡൻസ് നാശത്തിലേക്കുള്ള കോൺഫിഡൻസ്. ആമേൻ, ഹല്ലേലൂയ. 1 സാമുവേൽ 17:42, 43, 44. അത് ഒരു ഭാഗം. 1 സാമുവേൽ 17:40, 49, 51 മറ്റൊരു ഭാഗം. പ്രാപ്തൻ, ഗുണ്ട, യുദ്ധം ചെയ്യുവാൻ ശ്രേഷ്ഠൻ, ഫെലിസ്തീയ മന്നൻ, പേര് ഗോലിയാത്ത്. When he saw the godly man David, the Bible says he disdained him. He disdained him. He reproached him. He mocked at him. 1 സാമുവേൽ 17:42 ഈ പൊക്കമുള്ള വലിയ മല്ലൻ, സുന്ദരനും കോമളനുമായ ഭക്തനായ ദാവീദിനെ കണ്ടപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ നിന്ദിച്ചു, ദാവീദിനെ നിന്ദിച്ചു. സഹോദരങ്ങളെ, ആരും ആരെയും നിന്ദിക്കരുത്. സഹോദരം വരുന്നില്ല. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന് നിന്ദിക്കരുത്. കാരണം അതിൻ്റെ അധികാരം ദൈവം നിനക്ക് തന്നിട്ടില്ല. 2, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നിർമ്മിച്ചത് പല പല ദൈവങ്ങളല്ല, ഒരു ദൈവമാണ്.
സങ്കീർത്തനം 103 അപ്പോസ്തലർ 17:26 സർവ്വ ആളുകളെയും ഒരു ദൈവം മാത്രമല്ല ഒരുത്തനിൽ നിന്ന് എല്ലാ ആളുകളും നിർമ്മിക്കപ്പെട്ടു. ആമേൻ. ആദാം എന്നുള്ള ഒരുവനിൽ നിന്ന് ഒരുവൻ ഏക സത്യ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആളുകളാണ് എല്ലാ ആളുകളും. ആകയാൽ ഒരുവൻ മറ്റവരെ നിന്ദിക്കരുതേ. നീ വിധിച്ചാൽ നിന്നെ വേറൊരുവൻ വലെ കില്ലാടി വിധിക്കും. പിന്നെ നീ രക്ഷപ്പെടത്തില്ല. ആമേൻ. നിന്ദിച്ചു ഇങ്ങ് വാ. 43-ാം വചനം. ദാവീദിനോട് ഗോലിയാത്ത് ഇങ്ങ് വാ, നിന്നെ ഞാൻ കൊന്ന് കശാപ്പാക്കി കാട്ടിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും നിന്നെ ഞാൻ ഇരയാക്കും. സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ആമേൻ. അതുകൊണ്ട് ഒരുവൻ എന്തായിത്തീരുമെന്ന് ദൈവം ഒഴികെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. ആകയാൽ ആരും ആരെയും വിധിക്കരുത്, നിന്ദിക്കരുതേ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. നിന്നെ ഞാൻ കശാപ്പാക്കും എന്ന് ഗോലിയാത്ത് പറഞ്ഞ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവന് ദാവീദ് കശാപ്പാക്കി. ആമേൻ. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ പെറുക്കിയെടുത്ത് ഇടയസഞ്ചിയിലിട്ട്, അവിടെയാണ് ദൈവത്തിൻ്റെ ധീരത. The Bible says the young handsome shepherd boy, he picked only one stone. ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ നെറ്റിയിൽ കൊണ്ട് എന്നല്ല, നെറ്റിക്ക് തന്നെ എറിഞ്ഞ് വീണ് ശത്രുവിൻ്റെ ഇടുപ്പിൽ ഉണ്ടായിരുന്ന ആയുധമെടുത്ത് അവൻ്റെ കഴുത്ത് വെട്ടി. നീ അളക്കുന്ന അളവിനാൽ നിനക്കളന്ന് കിട്ടും. അഹങ്കാരിയുടെ ഗർവം, കോൺഫിഡൻസ്, ഗർവിയുടെ കോൺഫിഡൻസ് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത് ഊഹാബോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉളവാകുന്ന കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഓഫ് പ്രിസംഷൻ, കോൺഫിഡൻസ് ഓഫ് പ്രിസംഷൻ. ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 1-ാം വചനത്തിൽ, 2-ാം വചനത്തിൽ, 3-ാം വചനത്തിൽ, 16-ാം വചനത്തിൽ, 20-ാം വചനത്തിൽ ഫിലിസ്തീയ സൈന്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിക്കുവാൻ അമ്മയുടെ ഗർഭം മുതൽ നസീരനായി രൂപപ്പെടുത്തപ്പെട്ട സിംസോൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1-ാം വചനം ന്യായ പുസ്തകം 16:1, കണ്ട്, കാണാൻ പാടില്ലാത്തത് കണ്ട്, കണ്ട സ്ഥലത്ത് ചെന്ന സ്ഥലത്ത് കിടന്ന്, കിടന്ന സ്ഥലത്ത് ഉള്ള് പകർന്ന്, കണ്ട്, ചെന്ന്, കിടന്ന്, ഉള്ള് പകർന്ന്. 20-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന, അപ്പോൾ തന്നെ അവനിൽ വാസം ചെയ്തിരുന്ന സത്യാത്മാവ് അവനെ വിട്ട് അവൻ വെറും ഒരു കളി വസ്തുവായി. അടുത്ത വചനം ഇംഗ്ലീഷ് ബൈബിൾ വളരെ മനോഹരം. The enemies came, rushed and came upon him. ദൈവാത്മാവ് അവനെ വിട്ടപ്പോൾ അവൻ വെറും ഒരു മനുഷ്യൻ, വെറും ഒരു സിംസോൻ. Therefore the enemy Philistine army came and fell upon him. അവനെ ബന്ധിച്ചു. അടുത്ത വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
അവൻ ഇതറിയുന്നില്ല. ആത്മാവ് ഇപ്പോഴും ഉണ്ട് എന്ന് അവൻ ഊഹിച്ചു. ഹല്ലേലൂയ. ആത്മാവ് തന്നെ വിട്ട് എന്ന് അറിയാതെ താൻ മുമ്പിലത്തെ പോലെ കുഴഞ്ഞ് ഒഴിയുവാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. പ്രശംസൻ നാളുകളുടെ പോക്കും വരവും പ്രശംസൻ. അല്ല, എൻ്റെ ദൈവം ഊഹാപോഹമല്ല, ഒരു തോന്നലല്ല, ഒരു അനുമാനമല്ല, ഒരു വിചാരമല്ല. എൻ്റെ ദൈവം സത്യമാണ്. ആമേൻ. കോൺഫിഡൻസ് ഓഫ് പ്രശംസൻ നിന്നെ പരാജയത്തിൽ കൊണ്ടുപോകും. കോൺഫിഡൻസ് ഓഫ് പ്രൈഡ് നിന്നെ നശിപ്പിക്കും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് ഒരുക്കി വെച്ച കനാൻ ദേശം ഒറ്റുനോക്കുവാൻ ജോഷുവ, കാലേബ് ഉൾപ്പെട്ട് 12 പ്രഭുക്കന്മാര് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 40 നാളുകൾ ഒറ്റുനോക്കുവാൻ അയച്ചു. അതിൽ 2 പേർ. സംഖ്യ 13:23 ദൈവം അവർക്ക് ഒരുക്കിയിരുന്ന മുന്തിരിവള്ളിക്കൊല ഒരു മുന്തിരിവള്ളിക്കൊല ഒരു തണ്ടിൽ കെട്ടി 2 പേർ ചുമക്കുന്ന രീതിയിൽ പുഷ്ടിയുള്ളതായിരുന്നേ. സ്വത്രം വരുന്നില്ലല്ലോ. കണ്ട് തിന്ന് പറിച്ചെടുത്ത് മൂക്കും വയറും നിറഞ്ഞ് നാക്കെടുത്ത് സംസാരിച്ചത് ദൈവത്തിന് വിരോധമായി. അവർ ബലവാന്മാർ, ശത്രുക്കൾ ബലവാന്മാർ. സംഖ്യ 13 അധ്യായത്തിൽ നാം ഇത് കാണുന്നു. സംഖ്യ 13:31-32 10 വയറന്മാരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ ചെന്ന് അവരെ ജയിപ്പാൻ നമുക്ക് കഴിയുകയില്ല. മൂഢന്മാരെ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ചെങ്കടൽ കടന്നത്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ജോർദാൻ കടന്നത്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല വലിയ രാജാക്കന്മാർ പേടിച്ച് ഓടിയത്. എല്ലാം കഴിയുന്ന ദൈവം നിന്റെ മുമ്പിൽ ഉണ്ട്. അത് മറന്നവർ ഉച്ചരിക്കുന്നു. ഞങ്ങൾക്ക് അവരെ ജയിക്കുവാൻ കഴിയുകയില്ല. ദൈവശക്തിക്ക് വിരോധമായി ഒരു വാക്ക് പോലും നിന്റെ നാക്കിൽ നിന്ന് വരരുതേ. ഇവനെ എല്ലാം കഴിയും. അഭിഷേകിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അതിന് ഒരു തെളിവാണ്. എൻ്റെ ദൈവത്തിന് എല്ലാം കഴിയും. എൻ്റെ ദൈവത്തിന് എല്ലാം കഴിയും. എൻ്റെ കർത്താവിന് എല്ലാം കഴിയും. രണ്ടാമത് തമ്മിൽ ബഹളം കൂട്ടി പിറുപിറുത്ത് അവരൊരു തീരുമാനമെടുത്ത് സംഖ്യ 14:4 we will stop here, we will choose a captain and go backward. ഞങ്ങൾ ഇനി ഒരു വള്ളി പുള്ളി പോലും മുമ്പിലേക്ക് പോവുകയില്ല. ഇവിടെ ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ പുറകോട്ട് പോകും. ഒരു തലവനെ നിശ്ചയിക്കും. ഇവരെ യാത്ര പുറപ്പെടുപ്പിക്കുമ്പോൾ തന്നെ ദൈവം മോശെ മുഖാന്തരം സ്ട്രോങ് കൽപ്പന നൽകിയതാണ്. പുറപ്പാട് പുസ്തകം 14:15 വചനത്തിലെ ഒരിക്കലും പുറകോട്ട് പോകരുത്. എവർ ഗോ ഫോർവേഡ്. അത് ഇന്നും നിലനിൽക്കുന്ന കൽപ്പനയാണ്. പുറകുറുക്കരുത്. എനിക്ക് കഴിയുമെന്ന് പറയരുത്. പിന്നിൽ ചിന്തിക്കരുത്. എപ്പോഴും മുമ്പിൽ പോവുക.
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ഉള്ളു നൊന്ത് 11-ാം വചനത്തിൽ മോശയോട് കർത്താവ് അരുളി ചെയ്യും, മോനെ, ഇവർ നിന്നെ അല്ല നിരസിച്ചത്, എന്നെ നിരസിച്ചു. They rejected me. They rejected me. ഇവർ എന്നെ നിരസിച്ചു. അപ്പോൾ സഭ നടുവിൽ, മരുഭൂമിയുടെ നടുവിൽ നിന്ന് മോശ നിലവിളിക്കും, ഇനി ഒരു ഇഞ്ച് കൂടെ നിങ്ങൾ മുമ്പിൽ പോകരുതേ, ദൈവം നിങ്ങളോട് കൂടെ ഇല്ല. ദൈവം നിങ്ങളോട് കൂടെ ഇല്ല. You are empty. You are empty. Your life is empty. നിങ്ങളുടെ ജീവിതം ശൂന്യം. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ കരുതലും നിഴലും തണലും ഇല്ല. ഒരു മനോഹരമായ വചനമുണ്ട് സംഖ്യ 14:9. നിങ്ങളുടെ ശരണം പോയി ദൈവത്തോട് നിരസിച്ച് നിങ്ങളുടെ ശരണം പോയി. God's gracious shadow so far protected you. The Bible says has left you. உங்களை காத்து வந்த நிழல் நின்று போயிற்று. Therefore do not go further. മുമ്പിൽ പോകരുതേ. അവിടെ ഒരു നല്ല മലയാള വാക്ക് ഉണ്ട്. ദൈവം ഇല്ലാതെ ആ ജനം 44-45 ദാഷ്ട്യം പൂണ്ട്. ഇംഗ്ലീഷിൽ they presumed God is with us. ഊഹിച്ചു, ദാഷ്ട്യം പൂണ്ട്. ദൈവം ഇല്ലാതിരുന്നിട്ടും ഉണ്ട്, ദൈവം ഉണ്ട്, ഞങ്ങൾ ഇന്നും അക്രമം കാണിക്കും, ദൈവം ഉണ്ട് എന്ന് ദാഷ്ട്യം പൂണ്ട് ഊഹിച്ച് മുമ്പിൽ മല കയറിയപ്പോൾ, കുന്ന് കയറിയപ്പോൾ അവിടെ പാത്തിരുന്ന അമാൽക്യരും കനാനിയരും ഓടി വന്ന് ഇവരെ ഓടിച്ചിട്ട് തോൽപ്പിച്ചു. ആമേൻ. ഊഹാപോഹം അല്ല, കോൺഫിഡൻസ്. മൂന്നാമത് ദുഷ്ടൻ്റെ കോൺഫിഡൻസ്. ദുഷ്ടൻ്റെ കോൺഫിഡൻസ്. ദുഷ്ടൻ്റെ കോൺഫിഡൻസ്. സങ്കീർത്തനം 36:1. ആർ ദുഷ്ടൻ? ദുഷ്ടന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ആമേൻ. ദുഷ്ടന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ദൈവഭയം ഇല്ലാത്തവന്റെ മുമ്പിലുള്ള ഇരുമ്പു കോട്ടയും ചിലന്തി വലയാണ്. റബ ലഞ്ചന ശാലദ. ദൈവഭയം ഇല്ലാത്തവന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഇരുമ്പ് കോട്ട പോലും ചിലന്തി വലയാണ്. ദൈവഭയം ഉള്ളവന്റെ മുമ്പിൽ ഉള്ള ചിലന്തി വല പോലും ഇരുമ്പ് കോട്ടയാണ്. മനസ്സിലാകുന്നില്ല? ഹല്ലേലൂയ. ഇവിടം വിട്ടു പോയാൽ സിനിമ, സീരിയൽ, സെക്കൻഡ് ഷോ, എടത്തുവാ ചെങ്കൽ, ഗുരുവായൂർ ഗ്രീഡം. പിന്നെ എങ്ങനെയാണ് വചനം മനസ്സിലാകുന്നത്? കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ദൈവഭയം ഉള്ളവന്റെ ചിലന്തി വല പോലും ഇരുമ്പ് കോട്ടയാണ്. ദൈവഭയം ഇല്ലാത്തവന്റെ മുമ്പിൽ ഉള്ള ഇരുമ്പ് കോട്ട പോലും അറ്റു വീഴുന്ന ചിലന്തി വലയാണ്. റബ ലഞ്ചന. കൃപ, കൃപ, ദൈവകൃപ. ആ ദുഷ്ടനെ കുറിച്ച് യോബ് എഴുതുന്നു 11:20. ദുഷ്ടന്റെ ഉറപ്പ്, ദുഷ്ടന്റെ ആശ്രയം, ദുഷ്ടന്റെ ദൈവഭയം, ദുഷ്ടന്റെ ആശ്രയം. അവനെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോബ് മുഖാന്തരം പ്രാണന് വിടുന്നത് അത്രേ
അവന്റെ പ്രത്യാശ. ആമേൻ. ചെത്ത് മണ്ണിൽ കൊണ്ട് ഇടുന്നതാണ് അതോട് തീർന്ന് അല്ല മോനെ, അന്നാട് നിനക്ക് തുടങ്ങുന്നത് ജീവിതം. റബ്ബ ലജ്ജന. അതാണ് ഒരു തച്ചന്റെ മകനായി ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ലോസ് ഓഫ് ലൈഫ് ഈസ് വിക്കറ്റ്സ് ഹോപ്പ്. ഐ റിപ്പീറ്റ്, ലോസ് ഓഫ് ലൈഫ്, ഡെത്ത്, ഡെത്ത്, the tomb, the graveyard, it is your hope. If you don't have Christ, it is the tombyard, is your hope. മരണമാണ് നിന്റെ പ്രത്യാശ. ക്രിസ്തുവിൽ ജീവിക്കുന്നവന് മരണത്തിന് അപ്പുറമായും നിനക്ക് പ്രത്യാശ ഉണ്ട്. ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ മരിക്കുന്ന. 2 വട്ടം മുഖ്യമന്ത്രിയായിരുന്ന ഒരു ദൈവഭക്തൻ്റെ ചടലത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഏക മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ പപ്പ മരിച്ചെന്നല്ല, എൻ്റെ പപ്പ ഉയർക്കുമെന്നാണ്. എൻ്റെ അമ്മ ക്രിസ്തുവിനെ കണ്ടെത്തി. ആ ക്രിസ്തുവിനെ എൻ്റെ അമ്മ എൻ്റെ പപ്പയെയും എൻ്റെ സഹോദരിമാരെയും എന്നെയും ആ ക്രിസ്തുവിൽ നയിച്ചു. ഈ മരിച്ചു കിടക്കുന്ന ഈ പപ്പ ക്രിസ്തുവിൽ ഉയർക്കും. വേറെ എവന് പറയുവാൻ കഴിയും? വേറെ എവന് പറയുവാൻ കഴിയും? അതാണ് നമ്മുടെ ഹോപ്പ്. മരണത്തിന് അപ്പുറമായും ഒരു പ്രത്യാശ. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വചനത്തിലെ കറണ്ട് പോലെ ഒരു വാക്ക് അവിടെ ഉണ്ട്. അണ്ടർലൈൻ ചെയ്യണം, ബൈബിൾ തുറക്കണം. ആത്മാവിന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ, അതാണ് നമ്മുടെ ഉത്തമലാക്ക്. ക്രിസ്തുവിൽ മരിച്ചാൽ നിന്റെ ശരീരം പയറുപോലെ വീണ്ടെടുപ്പ് പ്രാപിക്കും. വീണ്ടെടുപ്പിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദുഷ്ടന്റെ ജീവിതത്തിനും ഭക്തന്റെ ജീവിതത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. തിന്ന് മിനുക്കി വിലസി പൂശി വിലസി നടക്കും. ഉള്ളിൽ പോടാണ്. മനസ്സിലായോ? ഉള്ളിൽ പോടാണ്. ദൈവഭക്തന്റെ ജീവിതത്തെക്കുറിച്ച് എന്നും നരക്കം. നരൻ തിന്ന് മറ്റവനും മറ്റവളും തിന്ന് മിനുക്കി ഒരസി വിലസി പൂശി നടക്കും. ഉള്ളിൽ വലിയ പോട്. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് എഴുതുന്നു, ഭക്തന്റെ ജീവിതം എന്നും നരക്കം, വീണ്ടെടുപ്പിനായുള്ള നരക്കം. ഞാൻ യേശുവിൻ്റെ മാറിൽ ചേരും അന്ന് വരെ നമുക്ക് ഉണ്ടാകുന്ന നരക്കം. മറ്റൊരു ദുഷ്ടൻ്റെ ആശ്രയം, ദുഷ്ടൻ്റെ കോൺഫിഡൻസ്. ഇത് നീതിമാന്റെ കോൺഫിഡൻസ്. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, വൈരിയുടെ ഫാലിക്കയിൽ ഇനിമേ, വൈരിയുടെ കൈതട്ടി പാടിക്കൊണ്ടേ എഴുന്നേറ്റ് നിന്ന് കൈതട്ടി പാടാമേ. ദേശം കുലുങ്ങണം, ദേശം കുലുങ്ങണം, പട്ടണം കുലുങ്ങണം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
മരണത്തിന് വിധി എഴുതി ആസ്പത്രിയിൽ കിടക്കുന്ന നിങ്ങളുടെ രക്തങ്ങള് യേശു തൊടുന്നു. യേശു തൊടുന്നു. മരണത്തിന് വിധി എഴുതി ആസ്പത്രിയിൽ കിടക്കുന്ന നിങ്ങളുടെ രക്തങ്ങള് യേശു തൊടുന്നു. 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 ആമേൻ. ആമേൻ. വീട്ടിലെ സുവിശേഷത്തിനുള്ള എതിര്, സ്വന്തം വീട്ടിലെ സ്വന്തം കുടുംബത്തിലെ സുവിശേഷത്തിനുള്ള എതിര്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എതിരായി ഉള്ള വടംവലി മാറിപ്പോ. 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 തീ 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 നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ തീ ഇറങ്ങുന്നു. തീ ഇറങ്ങുന്നു. തീ ഇറങ്ങുന്നു. കടം ഭാരത്തിൽ നട്ടം തിരികുന്ന വ്യക്തികളെ കർത്താവ് തൊടുന്നു. 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 അതിര് തർക്കം യേശുവേ സഹായിക്കണം. നീതി നടത്തി കൊടുക്കണം. അയൽക്കാരൻ്റെ ശല്യം എന്നും പോലീസും വഴക്കും. കുഞ്ഞുങ്ങളോട് മനസ്സലിയണമപ്പാ. അഗ്നി 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 അഭിഷേക മഴ 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 അഭിഷേക മഴ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാകളങ്ങൾ ഊടിടുമ്പോൾ പൂണ്ടലമ്പിറയ്ക്കുമേ. കാകളങ്ങൾ ഊടിടുമ്പോൾ പൂണ്ടലമ്പിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ ടീ 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 റബ ലഞ്ജന ശാലദന്തനദബ രഗാലദന്തനദബ. സ്വർഗം താണിറങ്ങുന്നു. എല്ലാ മാരകമായ രോഗങ്ങളെയും കരിച്ച് അപ്പുറമാക്കുന്നേ. നന്ദി 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 നന്ദി. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. അവസാനം സത്യമായ കോൺഫിഡൻസ് പറയാമോ? സത്യമായ കോൺഫിഡൻസ്. ട്രൂ കോൺഫിഡൻസ്. സത്യമായ ഉറപ്പ്.
സത്യമായ ധൈര്യം, സത്യമായ ആശ്രയം, സത്യമായ കോൺഫിഡൻസ്. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉള്ളിൽ ഉളവായ കോൺഫിഡൻസ്. സമ്പ്രദായത്തിലല്ല, മനുഷ്യ ഉപദേശത്തിലല്ല. പണ്ടേ പഠിപ്പിച്ച് നിന്നെയും നിന്റെ പിതാക്കന്മാരെയും നരകത്തിലേക്ക് മൊട്ടയടിച്ച് തള്ളുന്ന അതിലല്ല. ആമേൻ. സത്യമായ കോൺഫിഡൻസ് ബേസ്ഡ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. വചനത്തിൻ അടിസ്ഥാനത്തിൽ ഉളവാകുന്ന കോൺഫിഡൻസ്. ഒറ്റുനോക്കുവാൻ കടന്നുപോയ 12 പ്രഭുക്കന്മാരിൽ 2 പേർ ഭക്തന്മാർ, ജോഷുവയും കാലേബും. കാലേബ്, a man who was possessing a different spirit in him, വ്യത്യസ്ത ആത്മാവിൻ്റെ ഉടമസ്ഥൻ. ഒരു വാക്ക് അദ്ദേഹം പറയും. ജോഷുവ 14:12 ജോഷുവോട് പറയും, ഈ 10 ആളുകളും 40 നാൾ കറങ്ങി അടിച്ചു വന്ന് ദൈവത്തിന് വിരോധമായി വാക്ക് ഉച്ചരിച്ചല്ലോ. ഞാനും ആ ഭൂമി കണ്ടതാണ്. ഞാൻ ഒറ്റയ്ക്ക്, 10 പേരും പോകട്ടെ, ഞാൻ ഒറ്റയ്ക്ക് അവര് അടിച്ചു ഓടിച്ചു കളയും. വാ തുറക്കുന്നില്ല. ജോഷുവ 14:12 യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അവിടെയാണ് പോയിന്റ്. ഊഹാഭോഗത്തിന്റെ കോൺഫിഡൻസ് അല്ല. സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവൻ സംസാരിച്ചു വിട്ടതാണ് സുന്ദർ സിംഗ് പ്രസംഗിക്കുന്നത്. ആമേൻ. താൻ അരുളി ചെയ്തതിന് പോലെ, ദൈവം എന്നോട് കേൾപ്പിച്ചതുപോലെ, വചനം ദൈവ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട കോൺഫിഡൻസ്. താൻ എന്നോട് അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ച് കളയും. തോക്കത്തില്ല, ഇവൻ പരാജയപ്പെടത്തില്ല. കാരണം പറഞ്ഞത് ദൈവമാണ്. ദൈവ ശബ്ദത്തിൽ ഉളവായ കോൺഫിഡൻസ്, സത്യമായ കോൺഫിഡൻസ്. 100 ആണ്ട് കാലം മക്കളില്ലാത്ത ആബ്രഹാം പിതാവിനോട് യഹോവ ദൈവം അരുളി ചെയ്യുന്ന ഉൽപ്പത്തി 16-13 മുതലുള്ള വചനങ്ങളിൽ, നിന്റെ സന്തതി, നിനക്ക് തരുന്ന സന്തതി പലുകും പെരുകും, വലിയ ജനമായി തീരും. അവർ സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പരദേശവാസം അവർക്ക് ഉണ്ട്. ഒരു നാൾ 430 ആണ്ടുകൾ കഴിഞ്ഞ് ഒരു കട്ട് ഓഫ്. എന്ന് കട്ട് ഓഫ്? ഉൽപ്പത്തി 16-13 അമോറിയരുടെ അക്രമം, അമോറിയ ജനത്തിൻ്റെ അക്രമം തികയുന്ന ഒരു നാളുണ്ട്. ശല്യമാണ്, അയൽക്കാരൻ ശല്യമാണ്. ശല്യം ചെയ്യുവാൻ ദൈവം വിട്ടിരിക്കുന്നതാണ് കേട്ടോ. ശല്യം അവൻ ചെയ്ത് അവൻ്റെ ശല്യം തികയുന്ന ഒരു നാൾ ഉണ്ട്. പിന്നെ നീ പൈനാക്കുലർ വെച്ചാലും അവനെ കാണുകയില്ല. സ്വോത്രം വരുന്നില്ല. ഇവിടെ അമോറിയരുടെ അക്രമം തികയുന്ന ഒരു രാത്രി, അന്ന് വരെ ഇവർ പരദേശവാസം ഇവർക്ക് ഉണ്ട്. അത് വാക്ക്, ദൈവം നൽകിയ വാക്ക്, ദൈവം നൽകിയ അരുളപ്പാട്. അതാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട്, അതാണ് അവരുടെ പൊക്കിഷം, അതാണ് അവരുടെ നിക്ഷേപം. ദൈവ മക്കളുടെ നിക്ഷേപം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അത് അബ്രഹാം സൂക്ഷിച്ചു.
അത് ആബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് സൂക്ഷിച്ചു. അത് ഇസഹാക്കിന്റെ പൊന്നോമന പുത്രൻ ഭക്തൻ യാക്കോബ് സൂക്ഷിച്ചു. അതാണ് അവന്റെ പൊക്കിഷം. അത് ജോസഫ് സൂക്ഷിച്ചു. ഇതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അവസാനം ജോസഫ് എത്തി നിൽക്കുന്ന, ജോസഫിൻ്റെ ഇഹലോക ജീവിതം തീരുന്ന അവസ്ഥയിൽ വയസ്സ് 110. അപ്പോഴും 4 തലമുറകൾക്ക് മുമ്പ് അപ്പൻ്റെ 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 അപ്പനോട് യഹോവ ദൈവം അരുളി ചെയ്ത വാക്ക്, വചനം, അരുളപ്പാട്, ന്യായപ്രമാണം, ചട്ടം ഇപ്പോഴും ഇന്നലെ ദൈവം അരുളി ചെയ്തതുപോലെ ജോസഫിൻ്റെ ഉള്ളിൽ കത്തുന്നു. മറക്കരുത്, വചനം മറക്കരുത്, വചനം മറക്കരുത്. പ്രാർത്ഥിച്ച് തള്ളി ഉന്തി അങ്ങ് വിടും. ജോലി കിട്ടി. ഗൾഫിലും ഖത്തറിലും ബഹ്റിനിലും. പിന്നെ ഇതിന് ഒരു ബന്ധമില്ലാത്ത ഡ്രസ്സ്, ഈ വചനത്തിനും ഒരു ബന്ധമില്ലാത്ത ജീവിതം. ഇതിന് മറക്കരുത്. മറന്നാ നീ തൊലഞ്ഞ്. ഈ വചനം മറക്കരുത്. ഇന്നലെ ആബ്രഹാമോട് സംസാരിച്ചതുപോലെ ജോസഫിൻ്റെ ഉള്ളിൽ ദൈവശബ്ദം കത്തുന്നു. He's about to die. He's about to depart the world. അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ പറയും, അപ്പനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജനത്തിന് ഒരു മോചനം ഉണ്ടാകും. അന്ന് എൻ്റെ ആസ്തി കൂട് നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകരുത്. ഇതിനെ ചുമന്ന് എൻ്റെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ദൈവം ഒരുക്കി വെച്ച വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുപോകണം. വചനത്തിൽ ഉള്ള കോൺഫിഡൻസ്. അതേ നാൾ 430 ആണ്ടുകൾ തികഞ്ഞ് അമോറിയരുടെ ആക്രമം തികയുന്ന അതേ രാത്രി പുറപ്പാട് പുസ്തകം 12:41 കട്ട് ഓഫ്. എക്സോഡസ് പുറപ്പെട്ട്, യാത്ര പുറപ്പെട്ട് അതേ നാളിൽ ഒരു മിനിറ്റ് താമസിച്ചില്ല. 13:19 പുറപ്പാട് 13:19 വലിയ പ്രവാചകൻ മോശെ തൻ്റെ അപ്പൂപ്പൻ ജോസഫിൻ്റെ അസ്ഥി കൂടാരം തൻ്റെ തോളിൽ വെച്ച് വാഗ്ദത്ത രാജ്യത്തിലേക്ക് പുറപ്പെട്ട്. കോൺഫിഡൻസ്, കോൺഫിഡൻസ്. മണ്ണോട് മണ്ണായി പുഴുവായി മാറിയാലും ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചാൽ ഈ ശരീരം പയറുപോലെ ഉയർക്കും. അതാണ് എഴുതി വച്ച കോൺഫിഡൻസ്. അങ്ങനെ ഒരു രാജ്യം അവർക്ക് ലഭിച്ചു. ആബ്രഹാം പിതാവിൻ്റെ ബലത്ത വിശ്വാസം 1, ഇസഹാക്കിൻ്റെ വചനധ്യാനം 2, യാക്കോബിൻ്റെ കണ്ണിനോടുള്ള പ്രാർത്ഥന 3, ജോസഫിൻ്റെ പരിശുദ്ധ ജീവിതം 4. ഇതാണ് മുതൽ മുടക്ക്. ആബ്രഹാമിൻ്റെ ബലത്ത വിശ്വാസം. ഉൽപ്പത്തി 24:63 ഇസഹാക്ക് എന്നുള്ള ചെറുപ്പക്കാരൻ്റെ വചനധ്യാനം. 60 കഴിഞ്ഞാൽ മൊണ്ണതും ചിന്നതും ഒന്നാണ്. എല്ലാവർക്കും റിട്ടയർമെൻറ്റ്. മൊണ്ണ കസേരയിലിരിക്കുന്നവനും ചിന്ന കസേരയിലിരുന്നവനും ഒന്നാണ്. 60 റിട്ടയർമെൻറ്റ്. 60 കഴിഞ്ഞാൽ 70 കഴിഞ്ഞാൽ കറുത്ത തോലും വെളുത്ത തോലും ഒന്നാണ്. എല്ലാവർക്കും ചുരുക്ക് വീഴും. 60 കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ്. മൊണ്ണനും ചിന്നനും ഒന്നാണ്. 70 കഴിഞ്ഞാൽ പൂനിറമോ മാനിറമോ സുന്ദരിയോ അഴുക്കോ കറുപ്പോ വെളുപ്പോ എല്ലാവർക്കും പൊതുവായി ചുരുക്ക് വീഴും. 70 കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ്. 80 കഴിഞ്ഞാൽ
ലീലാ കോണ്ടിനെന്റൽ ഹോട്ടലിൽ സാപ്പിടുന്നതും തട്ടുക്കടയിൽ സാപ്പിടുന്നതും രണ്ടും ഒന്നാണ്. കാരണം നാക്കിൻ്റെ രുചി അന്ന് കാണത്തില്ല. 60 കഴിഞ്ഞാൽ ഒന്നാണ്, 70 കഴിഞ്ഞാൽ ഒന്നാണ്, 80 കഴിഞ്ഞാൽ ഒന്നാണ്, 90 കഴിഞ്ഞാൽ ആണും പെണ്ണും ഒന്നാണ്. തിരിച്ചറിയാൻ പറ്റത്തില്ല. മുട്ടയും അസ്ഥിക്കൂടും പല്ലില്ല അപ്പൂപ്പനും അമ്മയും എല്ലാം ഒന്നാണ്. 100 110 കഴിഞ്ഞാലോ നടന്നവനും കിടന്നവനും ഒരുപോലെ നരങ്ങും. മുടന്തനും കാലുള്ളവനും ഒരുപോലെ നരങ്ങും. വ്യത്യാസം വരുന്നത് സഭാപ്രസംഗി എഴുതുന്നു, നിന്റെ യൗവന പ്രായത്തിൽ തന്നെ നിന്നെ ഉണ്ടാക്കി ഈ ഭൂമിയിൽ അയച്ച ദൈവത്തെ നീ ഓർത്തുകൊള്ളുന്നതാണ്. സഭാപ്രസംഗി 12:1 റിമെമ്പർ ഗോഡ് when you are still in youth. യൗവന പ്രായത്തിൽ തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്നാൽ വചനം അവൻ്റെ കയ്യിൽ വേറെ എന്തുണ്ട്? വചനം മാത്രം. ഇത് എന്ത് വില കൊടുത്തും നീ അത് കരസ്ഥമാക്കണം. എൻ്റെ മോനെ കിംസിൽ ഒരു ENT ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞ മാസം കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ മുമ്പിൽ അകത്ത് കയറിയ പേഷ്യൻറ്റിനെ ഡോക്ടർ ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ ഞാൻ അകത്ത് കയറി. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ രാവിലെ 6 മണിക്ക് സർജറി നിശ്ചയിച്ച് എഴുതി. ഓ ഡോക്ടറെ 6 മണി പറ്റത്തില്ല, സ്വന്തമായി വാഹനമില്ല, 10 മണി ആക്കണേ. അപ്പോൾ ഡോക്ടർ നഴ്സിനോട് പറഞ്ഞ് സർജറി പിന്നെ ആകാം, ഇവനെ കൊണ്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ കാണിക്കേണ്ട അനേക ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. സ്വന്തമായി വാഹനമില്ല, ഉറക്കം പ്രശ്നമാണ്, രാവിലെ എങ്ങനെ വരും? 10 മണിയെങ്കിൽ 10 മണി എന്നായി, 6 എങ്കിൽ 6ആയി. ഇവൻ ആദ്യം സ്ഥാപിച്ചാൽ ഒരു പ്രാർത്ഥന വിഷയം പോകുമ്പോൾ ആദ്യം നിനക്കായിരിക്കും മറുപടി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിന്റെ യുവത്വത്തിൽ തന്നെ വചനം ധ്യാനിക്കുക. ആമേൻ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. മോചനം വേണമോ? വിടുതൽ വേണമോ? സ്വർഗം വേണമോ? അനുസരണം പഠിക്കണമോ? ഉയർച്ച വേണമോ? യേശുവിൻ്റെ രക്തത്തിൽ മാത്രം ആശ്രയിക്കുക. മുട്ടയടിക്കാൻ പോയോ നീ? മുട്ടയടിക്കാൻ പോയോ? മുട്ടയടിച്ചാൽ തലയിലെ പേന് പോകും, പാപം പോകത്തില്ല. നിന്റെ ഭർത്താവിനെ നീ മുട്ടയടിപ്പിച്ച്, നിന്റെ കിളവി അമ്മാവിയെ കൊണ്ട് മുട്ടയടിപ്പിച്ചു, കുഞ്ഞുങ്ങളെ വേളാങ്കണ്ണിയുടെ അമ്മയുടെ മുട്ടയടിപ്പിച്ചു. എടി സ്ത്രീയെ, നീ മുട്ടയടിക്കാത്തത് എന്ത്? നീ 3 മുടിയും വെച്ച് 3000 രൂപ കൊടുത്ത് സ്ട്രൈറ്റൻ ചെയ്ത് കൺമശിയും പൂശി വീശി നടക്കുന്നല്ല, നീ മുട്ടയടിക്കാത്തത് എന്ത്? നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ മുട്ടയടിപ്പിച്ചു. നീ എന്തുകൊണ്ട് മുട്ടയടിക്കാട്? വിലസി നടക്കാനാണോ? മുട്ടയടിക്കാൻ ഇവിടെ നല്ല ബാർബർ ഷാപ്പുണ്ട്, 120 രൂപ കൊടുത്താൽ മുട്ടയടിക്കും. നീ അവിടെ പോയി മുട്ടയടിച്ച് വന്നാൽ വരുന്നത് ഇതിന് അപ്പീലില്ല, ശാപമാണ്, ശാപമാണ്. വചനം മറക്കരുത്. സമ്പ്രദായം പഠിപ്പിച്ചവനെ ചെന്ന് നീ മുട്ടയടിക്കുക. ഇതിലില്ലാത്ത ഒന്നും നീ തലയ്ക്ക് ചുമന്നാൽ തലമുറ ശാപം ചുമക്കേണ്ടി വരും. ആബ്രഹാമിൻ്റെ ബലത്തെ വിശ്വാസം, ഇസഹാക്കിൻ്റെ വചനധ്യാനം, യാക്കോബിൻ്റെ കണ്ണുനീർ പ്രാർത്ഥന,
ജോസേഫിൻ്റെ പരിശുദ്ധ ജീവിതം. കേരളത്തിൽ 1/3. ഇന്നും അവർക്ക് 1 കോടി ജനം തികഞ്ഞിട്ടില്ല. കൊച്ചു രാജ്യം ഇസ്രായേൽ. പേര് പറഞ്ഞാൽ ബൂട്ടിൻ്റെ മുട്ടിടിക്കും. ഇസ്രായേൽ പേര് പറഞ്ഞാൽ US പ്രസിഡന്റിൻ്റെ മുട്ട് ഇടിക്കും. കാരണം വചനധ്യാനം, ബലത്ത വിശ്വാസം, കണ്ണുനീർ പ്രാർത്ഥന, പരിശുദ്ധ ജീവിതം. ബേസ്മെന്റ് ദൈവം അന്ന് ആബ്രഹാമോട് അരുളി ചെയ്ത വചനമാണ്. ആ വചനമാണ് പുതിയ നിയമത്തിലും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വചനത്തില് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 18-ാം വചനത്തില് പൗലപ്പോസ്തലൻ എഴുതുന്ന ഈ വചനം, ഞാൻ എഴുതി തീർക്കുന്ന ഈ വചനം കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കുക. നമുക്കിടയുള്ള യു ഫൈൻഡ് കംഫോർട്ട് which I have written. എന്താണ് എഴുതിയത്? എന്താണ് പൗലോസ് എഴുതി വെച്ചത്? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ഉയർക്കും. ക്രിസ്തുവിൽ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ നീ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ക്രിസ്തുവിൽ ഉയർക്കുന്നേ. ഇലക്ഷനിൽ തോക്കുന്നവന് നിൽക്കും. അറിയാമോ? വലിയ പാർട്ടികളുടെ കാൻഡിഡേറ്റ് അവനറിയാം, തോക്കും, അവൻ നിൽക്കും. അതിൻ്റെ കെയറാഫിനെങ്കിലും 10 പണം ചുരുട്ടാൻ. നിന്നെയും എന്നെയും നിർത്തിയിരിക്കുന്നത് തോൽക്കാനല്ല, ജയിക്കാനാണ്. നീ തോൽക്കരുത്. ലോകത്തെ ജയിച്ച ജയമോ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. അഥവാ ലോകത്തെ ജയിച്ച ജയമോ യേശു എന്ന് വിശ്വസിക്കുന്നില്ല, ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നത്. മേഘാരൂഢനായി വരും. വെളിപ്പാട് പുസ്തകം 1:7 ആകാശമേഘങ്ങളിൽ അവൻ വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവൻ പയറുപോലെ പറക്കും. അതാണ് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട സത്യമായ കോൺഫിഡൻസ്. ഇത് മറക്കരുത്. എഴുന്നേൽക്കുക. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി. ഇപ്പൊ വീടിനെ കുറിച്ച് നീ ആലോചിക്കരുത്. പോകുന്ന വാഹനത്തെക്കുറിച്ച് നീ ആലോചിക്കരുത്. മക്കളെക്കുറിച്ച്, മക്കളുടെ പഠിത്തത്തെക്കുറിച്ച്, പുരയിടത്തെക്കുറിച്ച്, വയലിനെക്കുറിച്ച്, ബാങ്കിനെക്കുറിച്ച്, അടുക്കളയെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കരുത്. അവനെ ഓർത്തുകൊള്ളുക, അവനെ ഓർത്തുകൊള്ളുക. സഹോദര, സഹോദരി, അവനെ ഓർത്തുകൊള്ളുക. ഈ ദൈവത്തെ ഓർത്തുകൊള്ളുക. മറക്കരുതേ, മറക്കരുതേ. ദൈവ പൈതലേ, മറക്കരുതേ. ശക്തിയോട് കൈകൾ ഉയർത്തി, കൈകൾ തട്ടി ബലമായി, 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 ബലമായി. യാവരും, 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 യാവരും. നന്ദി, 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 നന്ദി.
നന്ദി നന്ദി സ്തുതിപ്പിൻ. നാവെടുത്ത് പുകഴ്ത്തുവിൻ, നാവെടുത്ത് പുകഴ്ത്തുവിൻ. ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക. യേശുവേ, ക്രിസ്തുവേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ. ക്രിസ്തുവേ, യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, ദാവീദ് പുത്ര, എൻ്റെ ഉള്ളിൽ വരണമേ. വാ തുറക്കണം. എല്ലാവരുടെ ശബ്ദവും കേൾക്കുന്നില്ല, എല്ലാവരുടെ ശബ്ദവും കേൾക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ വരണമേ യേശുവേ, യേശുവേ. വാ തുറക്കണം, വാ തുറക്കണം, വാ തുറക്കണം. ശക്തിയോട്, ശക്തിയോട്. ടീ 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 ടീ. അഗ്നിയിൽ കട്ടുക, കട്ടുക, കട്ടുക. ദൈവശക്തിയിൽ കട്ടുക. പോരാ, 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 പോരാ. അവസാന വ്യക്തി വരെ കർത്താവിൻ്റെ സ്പർശനം ഏൽക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. പുരുഷ, പുരുഷ, പെണ്ണുങ്ങളെ പോലെ കുളഞ്ഞു കുളഞ്ഞു നിൽക്കല്ലേ. പുരുഷ, നിവർന്ന് നിന്ന് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ടീ 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 ദാമ്പത്യമായി ഒരു ബന്ധമില്ലാത്ത രണ്ട് യുവതീവാക്കൾ, രണ്ട് യുവ കുടുംബം ദാമ്പത്യമായി ഒരു ബന്ധമില്ലാതെ തമ്മിൽ അടിച്ചു പിണങ്ങി. പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ ഒരു കുടുംബമാണ്. ഓ, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പഴയ പാമ്പ് യേശുവിൻ നാമത്തിൽ വിട്ടുപോ. Let these two young families be blessed. Let these two young families be blessed. പഠിച്ച് ഡിഗ്രി എടുത്ത് പരീക്ഷ എഴുതി ഒന്നും ക്ലിക്കാകാതെ മരുഭൂമിയിൽ നിൽക്കുന്നത് പോൽ മാറത്തടിച്ച് കരയുന്ന യുവതലമുറയെ യേശു ഇപ്പോൾ തൊടുന്നേ. അഗ്നി, 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 മഴ, അഗ്നി, മഴ, അഗ്നി, മഴ, അഗ്നി, മഴ, അഗ്നി, മഴ, അഗ്നി, മഴ. ശുദ്ധീകരണം, 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 ശുദ്ധീകരണം. വചനത്താൽ ശുദ്ധീകരണം, വചനത്താൽ ശുദ്ധീകരണം. കൊണ്ടുവന്ന ഭാരം, കൊണ്ടുവന്ന രോഗം, കൊണ്ടുവന്ന ശാപം യേശുവിൻ നാമത്തിൽ അറ്റുപോ, അറ്റുപോ. അഗ്നി, 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 അഗ്നി. ഒരു കുഞ്ഞ് ലഭിപ്പാൻ തടസ്സമിടുന്ന മാന്ത്രിക കെട്ടുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോ. വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഓ, വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാൻ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ, ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ.
വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ ആത്മാവിന്റെ നിറവ് നന്ദി 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 യേശുവേ നിറച്ചതിനായി നന്ദി മഹത്വം കർത്താവിന് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ. ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ് പോസ്റ്റ് ബോക്സ് നമ്പർ 20 ഹോസ്പിറ്റൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്കര 695121 തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.